വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. ഇന്ന് നമ്മളൊരു ഡെയിലി വ്ലോഗിലോട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വ്ലോഗില് നമ്മൾ ലൈവ് വോയിസ് ഇടണില്ല കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഓവർ ആയിട്ട് വന്നത്. ഒരാഴ്ചയുണ്ട് നമ്മുടെ വീട്ടിൽ ഫുൾ അലങ്കോല അവസ്ഥയാണ്. കാരണം വീട്ടിലെ അല്ലറ ചില്ലറ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിലെ മൊത്തം പണി കഴിഞ്ഞിട്ട് വീട് മാറുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ പൊടികളോ ഒന്നും തന്നെ നമ്മളെ വീട്ടില് ബാധിക്കുന്നതല്ലല്ലോ. വിചാരിക്കുന്നതിലേക്കും എളുപ്പമല്ല വീട്ടിൽ നിന്നുകൊണ്ട് ഓരോ പണികളൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ഇച്ചിരി മെനക്കേടും ടാസ്ക് നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഗൈസ്. അതെന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നോർമലി ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടില് നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിലും ഓരോതായിട്ടുള്ള ചിട്ടയിലായിരിക്കും നമ്മൾ ജീവിക്കുക. പിന്നീട് ഓരോ പണികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോ തയ്യാറെടുപ്പുകൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കണം. അങ്ങനെ പ്രോസസ്സ് എന്ന് പറഞ്ഞത് ചില്ലറ പ്രോസസ്സ് അല്ല ഗൈസ്. അപ്പോൾ ബെറ്റർ എന്താ, പണിയൊക്കെ കഴിപ്പിച്ചിട്ട് താമസിക്കാൻ നോക്കുക. ഇപ്പോൾ നടന്ന പണി എന്താന്ന് വെച്ചാൽ, ഓരോ ബെഡ്റൂമിലും ഓരോരോ ഷെൽഫ് വീതം പണിതു. ഞാൻ എൻ്റെ റൂമിൽ ഓരോ കാര്യങ്ങളും എടുത്തു വെക്കലാണ് ഇന്നത്തെ പണി. ഇന്നലെ തന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. കാരണം ഇന്നലെ ആയിരുന്നു എൻ്റെ റൂമിലെ പണി മൊത്തം കഴിഞ്ഞത്. അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഷെൽഫ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂമിൽ കയറുമ്പോഴും ഇതാവുമ്പോഴും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് അപ്പുറത്തോട്ട് തന്നെ പോകണം. ഇനിയിപ്പം അതിൻ്റെ ആവശ്യം വരില്ല. റൂമിൻ്റെ ഉള്ളിൽ അടച്ചിടാത്ത എന്ത് വസ്തുവിലും ഇവിടുത്തെ കൊതുക് മുട്ടയിട്ട് നശിപ്പിക്കുന്നുണ്ട്. അതൊരു കുത്തുകുത്തായിട്ട് കാണും. അങ്ങനെ എൻ്റെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ചുമ്മാ പോയിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് സൈഡിൽ സ്ഥലമുണ്ട്, അപ്പൊ പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെക്കാന്ന് വിചാരിച്ചു. പലർക്കും പല രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാണല്ലോ. ഓരോരുത്തർ കപ്പ് കളക്ട് ചെയ്യുന്നു, ചിലർ വസ്ത്രങ്ങൾ കളക്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള എൻ്റെ ഒരു ബെസ്റ്റ് കളക്ഷൻസ് ആണ് ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതേപോലത്തെ ബുക്സും കാര്യങ്ങളും, ഡയറി ടൈപ്പ് ബുക്സ് അല്ലെങ്കിൽ നോട്ട് പാഡ് ടൈപ്പ് ബുക്സ്. ഇത്തരത്തിലുള്ള ബുക്സൊക്കെ ഇങ്ങനെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കളക്ട് ചെയ്യുക, കളക്ഷനിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബി ആയിട്ടൊക്കെ വരും. എനിക്ക് ചെറിയ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചെറുതായിട്ടൊക്കെ ജേണലൊക്കെ ചെയ്ത് രസാക്കാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഉണ്ട്. നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുണ്ട്. ആകെ 1-2 ബുക്കിൽ മാത്രമേ ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ പ്ലെയിൻ ആണ്. പിന്നെ ഇത് ഒരു ലോക്കുള്ള പോലത്തെ ഒരു ചെറിയ നോട്ട് പാഡാണ്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ട് ഏകദേശം 1 കൊല്ലമാവാറായി. പക്ഷേ സ്റ്റിൽ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്തവണ ഞാൻ ലാഗ് ആയിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇതിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് സുഖമെന്ന് പറയും, ഇങ്ങനെ മറിച്ച് നോക്കുക, അതിലെ പേജസിൻ്റെ കളേഴ്സ് നോക്കുക, അതിലെ ഡ്യൂഡിലാട്ട് നോക്കുക, ചുമ്മാ അതിനെ ഓപ്പണൊക്കെ ആക്കുക, ലോക്ക് ക്ലോസ് ചെയ്യുക, അങ്ങനെ കുറച്ച് വികൃതമായിട്ടുള്ള സ്വഭാവമാണ് ഗൈസ് എനിക്ക്. എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ ബുക്സിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യമാണോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്നെപ്പോലെ ആരൊക്കെ ഉണ്ട് എന്ന് അറിയാൻ. നിലവിൽ ഈ ഒരു സ്പേസിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും ആ പണി കഴിഞ്ഞിട്ട് അടുത്ത പണിക്കുള്ള പോരാട്ടാണ്. മിക്ക കാലങ്ങളിലും എൻ്റെ ടേബിള് ഇത്തരം മോശമാവാറുള്ളത് എപ്പാന്നറിയോ നിങ്ങൾക്ക്? ഞാൻ ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇങ്ങനെ കിടക്കും. അതിൻ്റെ മേലെ വേറെ സാധനം വെക്കും. പിന്നെ അടുത്ത യാത്ര പോവും. പിന്നെ എനിക്ക് സമയം കിട്ടൂല. പിന്നെ കാരണം പണി തിരക്കും, വീട്ടിലെ പണികളും അങ്ങനെയൊക്കെ പോവും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ റൂമിനെ ഒന്നും നോക്കാറ് പോലും ഇല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഈ അടുത്തായിട്ട് എന്നിൽ തന്നെ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം, നമ്മുടെ ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ ആരോടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ്, എൻ്റെ ടേബിൾ എപ്പോഴും ഞാൻ ക്ലീനാക്കി വെക്കാറുണ്ട്. നല്ലൊരു രീതിയിലാണ് ഞാനെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ആ സംഭവം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഞാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, ഞാനിങ്ങനെ വെക്കാറുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ആവേശമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്വരയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടാ. ആ ഒരു ടേബിൾ ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. എൻ്റെ ലൈഫിലെ മിക്ക കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം ഒന്ന് പറയൂ കമൻറ്റിലൂടെ. ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടാളിയ. പേഴ്സണലി ഞാൻ ഒരുപാട് സ്കില്ല് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഫോർ എക്സാമ്പിൾ ചിത്രം വരയ്ക്കുക,
പെയിൻ്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ആർട്ട് വർക്ക് ചെയ്യുക, എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒട്ടുമിക്ക മേഖലകളിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. പക്ഷേ എന്താ, എനിക്കതിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടാറില്ല. ഒരു ടൈമിൽ എനിക്ക് ചിത്രം വരയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അടുത്ത കൊല്ലം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള മൂഡ് വരിക. എന്തെന്ന് അറിഞ്ഞൂടാ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ചിലപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വരവോട് കൂടിയാണ് ഒട്ടുമിക്ക എൻ്റെ നല്ല നല്ല ശീലങ്ങൾ, സ്കില്ല് വളർത്തുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തിയത് ഈ ഒരു ഫോണിൻ്റെ വരവോട് കൂടി തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒഴുക്കിലങ്ങനെ പോവന്നെ, വേറെ എന്താ പറയാ. അതുപോലെ തന്നെ എനിക്ക് എന്നിൽ ഇഷ്ടമില്ലാത്ത ബിഹേവിയറാണ്. വേണ്ടാത്തതും വേണ്ടിയതും എല്ലാം ഞാൻ എടുത്തു വെക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും, ഓരോ ക്ലീനിങ് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, ഇനി ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ എടുത്തു വെക്കൂല, എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെക്കുള്ളൂ എന്നുള്ള നിഗമനത്തിൽ ഞാൻ ഇരിക്കും. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് എന്താ, പണിക്ക് ഒരു കുറവുമില്ല, ഇരട്ടി ഇങ്ങനെ വരികയും ചെയ്യും. പിന്നെയും ഞാൻ ഇതൊക്കെ തന്നെ ഫോളോ അപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരു വൃത്തിയായിട്ട ഞാൻ. അങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വേർതിരിച്ച് എടുത്തു വെക്കേണ്ടത്, മാറ്റി വെക്കേണ്ടത്, ചുട്ടുകരിക്കേണ്ടത്, അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടാണ് സാധനങ്ങളെ എടുത്തു വെക്കുന്നത്. അതുപോലെ വൃത്തികെട്ട വേറൊരു സ്വഭാവമാണ്, ചെറിയ കാര്യങ്ങൾ എനിക്കെടുക്കാൻ വലിയ സമയമാണ് വേണ്ടത്. ഞാൻ ഓരോ പണിക്കിറങ്ങുമ്പം മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ടാക്കും. അതായത് ഒരു 2 മണിക്ക് തുടങ്ങിയതാണെങ്കിൽ ഒരു 4 മണിക്കുള്ളിൽ തീർക്കണം എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ പണി രാത്രി കിടക്കുന്ന ടൈം ആയാലും തീരൂല. ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വരെ ഞാൻ മാറ്റി വെക്കാറുണ്ട്. കാരണം എന്താ, എൻ്റെ മടി തന്നെ. ഏകദേശം റൂം മൊത്തം സെറ്റായപ്പോൾ ടേബിൾ എവിടെ വെക്കണം എന്നുള്ളതായിരുന്നു അടുത്തത്. എങ്ങനെയൊക്കെയോ ടേബിളിലെ അലങ്കോലങ്ങൾ മൊത്തം ഞാൻ അങ്ങ് മാറ്റി. ആദ്യം ഞാൻ ആ കണ്ണാടി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ഒരു വശപ്പശക്. കാരണം ഡോറ് തുറക്കുമ്പോൾ തന്നെ ടേബിൾ ഇങ്ങനെ കാണുമ്പം കൺജസ്റ്റഡ് ആയതുപോലെ ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഞാൻ വിൻഡോ സൈഡിൻ്റെ വശത്തേക്ക് വെച്ചപ്പോൾ ഏകദേശം അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയും ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഉലർന്നു. അല്ലെങ്കിൽ ഉലരാനായിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കി മനുഷ്യന്മാരുള്ളൂ. മാത്രമല്ല, ഞാൻ ഇവിടെ വെച്ചതിൽ വേറൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ മുഖത്തേക്ക് നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. എന്നാൽ ആ കണ്ണാടി വെച്ച സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അത്ര അങ്ങോട്ടേക്കൊരു വിചാരിച്ച ഒരു വെളിച്ചം കിട്ടുന്നില്ല. ലൈറ്റിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ വിചാരിച്ചത്ര വെളിച്ചമൊന്നുമില്ല. പിന്നെ ഇവിടെ ആകുമ്പം ഒരു വെയിലിൻ്റെ വെളിച്ചവും കൊണ്ട് നമുക്ക് നല്ല പോലെ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. കണ്ടിട്ട് നിങ്ങളും കൂടി പറ. ഇതിപ്പോൾ ഞാൻ വൈഡ് ഇട്ടതുകൊണ്ടാണ് ആ ട്യൂബ് ലൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ ബ്ലറായിട്ട് കാണുന്നത്. സത്യം പറയാലോ, ഇപ്പോൾ മൊത്തത്തിൽ ക്ലീനിങ് കഴിഞ്ഞിട്ട് ടേബിൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിലൊന്നും വെക്കാതെ തോന്നണില്ല. കാരണം ഈ ഒരു വെറുതെ കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി. ഇനി മറ്റേ സാധനങ്ങളൊക്കെ ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ പുറന്തള്ളിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും പണ്ടത്തെ പോലെ അലങ്കോലമായി, ബഹളമായി, പ്രശ്നമായി, അലമ്പായി, സീനായി മാറും. അലക്കണം നല്ലത് ഇതിങ്ങനെ വെറുതെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. എത്ര വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാമെന്നാണ് ഞാൻ നിലവിലത്തെ എൻ്റെ കണ്ടീഷൻ വെച്ച് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ, എനിക്ക് ഇവിടെ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല. അടുത്ത പണിയിലേക്ക് മൂവ് ഓൺ ആവാനില്ല. ഞാനിങ്ങനെ ജനലിൽ കൂടി പുറത്തത്തെ കാഴ്ച കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പണി ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യം ഞാൻ എപ്പോഴും ഫേസ് ചെയ്യാറാണ്. അതായത് ഒരു പണി ഇവിടേക്ക് പൂർത്തിയാവുന്നതിന് മുന്നേ അടുത്ത പണിയിലോട്ട് ചെല്ലാം, അത് തീരണതിന് മുന്നേ അടുത്ത പണി. അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് പറയൂ, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. നമുക്കൊരു യൂണിയൻ തന്നെ സംഘടിപ്പിക്കാം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി പ്ലാനിങ്ങിലാണ് അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ എന്നെ പോലത്തെ ആൾക്കാർ ഞാൻ മാത്രമാണോ, എൻ്റെ കൂടെ വേറെ ഗ്യാങ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാനുള്ള ഒരു തോന്നി കൊണ്ട് ചോദിച്ചു തന്നെ ഉള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത പണിയിലോട്ട് ഞാൻ പോട്ടെ. അതിനുശേഷം ഞാനിവിടെ എല്ലായിടത്തും യാൻസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സ്ഥലത്തിൽ
യാണ് ഞാൻ മാറ്റി തിരിച്ചു വെച്ചു. എന്നിട്ട് ആ ഒരു ചെറിയൊരു ഇതിൽ ഞാൻ എന്താക്കി, എൻ്റെ വേറെ കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് അവിടെ എൻ്റെ ലാപ്പിൻ്റെ ചാർജർ, ഫോണിൻ്റെ ചാർജർ, പിന്നെ ഗിംബല്, പവർ ബാങ്ക്, പിന്നെ മൈക്ക്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു സ്ഥലത്തിനെ മാറ്റി. ആ രീതിയിലുള്ള എന്ത് സാധനത്തെയും നമുക്ക് ഇവിടെ വന്ന് തപ്പിയാൽ മതിയല്ലോ, പുറത്തെവിടെ എടുത്ത് വെക്കണ്ടല്ലോ. ഈ ഒരു റോ ഫുള്ള് ഞാൻ ഈ ഒരു രീതിയിലാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. ബുക്സ്, യാണ്, പിന്നെ കുറച്ച് ഷേറ്റിൻ്റെ പ്രോഡക്ട്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ ഫുൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളുമാണ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കേണ്ട എല്ലാ പരിപാടികളും ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പരിപാടി പുറത്താണ്. പുറത്ത് എന്ന് പറയുമ്പോൾ ഈ പുറത്ത് വെക്കുന്ന ബോക്സസ് ഒന്ന് അടുക്കി വെക്കണം. അതിൽ ഞാൻ നേരത്തെ അടുക്കി വെച്ചപ്പോൾ ഒരേ കളറിലുള്ള ടൈപ്പുള്ള നൂല് ഒരേ ഇതിൽ, പിന്നെ കുറേ കീ ചെയിൻസും കാര്യങ്ങൾ വേറെ ഇതിൽ, അങ്ങനെ രസമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഭയങ്കര അലങ്കോലമാണ്. പിന്നെ മറ്റേതിലാണെങ്കിൽ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നതാണ് നെക്സ്റ്റ് ടാസ്ക്. ഈ ഒരു ബോക്സസിൻ്റെ ഉള്ളിൽ പകുതി വെച്ചിട്ടുള്ള യാൺസൊക്കെ ആണ് അധികം ഉള്ളത്. ഫുള്ള് യാൺസൊക്കെ ഞാൻ ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാത്തിൻ്റെയും ബാക്കി അല്ലെങ്കിൽ പെൻഡിങ് വന്ന സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് മാത്രമല്ല പിന്നെ ഉണ്ടാക്കി വെച്ചതിൻ്റെ പകുതി വരെ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളുണ്ട്, സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. നമുക്ക് ഇത് കിച്ചണിൽ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഞാനിത് മെയിനായിട്ട് എടുത്തത് എൻ്റെ യാൺസ് പൊടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം പിന്നെ കബോർഡ് റെഡിയായ സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള യാൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സാധനത്തിൽ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് കൂട് കൂട്ടിയായിരുന്നു. എനിക്ക് ഒരു കുഞ്ഞ് സ്പേസ് കിട്ടുമ്പോൾ ഞാൻ അവിടെ കയറി പറ്റും, എൻ്റെ സാധനങ്ങളും അവിടെ കയറി പറ്റും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ശരിക്കും ഇങ്ങനെ ബ്ലാങ്കറ്റ് വിടുന്ന സ്ഥലമാണ്. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് ഞാൻ അവിടെ കുന്നുകൂട്ടി വെച്ചു. പിന്നെ കുറച്ച് കാലത്തേക്ക് അവിടെ അങ്ങനെ ഒരു കുന്നുകൂടി കിടക്കും. ഇനി ഞാൻ ഇതുപോലെ ചെയ്യില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ആക്ച്വലി ഇത് വൃത്തിയാക്കുന്നത്. നിങ്ങളത് നോക്കൂ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിലുണ്ട്. ഇതെന്തിനാ ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്, ഒരു ബന്ധമില്ലാത്ത തുണി, ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളാണ് ഞാനിവിടെ കീപ്പ് ചെയ്യാറ്. എൻ്റെ ഒരു സ്വഭാവമേ. അതിനുശേഷം ഞാനിതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് മിനുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സ് നടന്ന ദിവസമാണ്. നിങ്ങളെ കണ്ട രീതിയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ റൂമും വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കല്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ വൃത്തിയാവാൻ. എന്നാണോ അവ മൊത്തത്തിലൊന്ന് വൃത്തിയായി കിട്ടാന്ന് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. കാരണം വേറൊന്നുമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ പല പണികൾ നമ്മൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ പണി നടക്കുമ്പോൾ നല്ല ടാസ്കാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കണ്ടതും. ഒരു സാധാരണ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ടാസ്ക് നമുക്ക് വരില്ല. എന്നാൽ വീട്ടിലെ വല്ല പണികളൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആവണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ വീട് മാറിയാലും മതി. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കൂടി പാസ്സാക്കിയിട്ട് ഈവനിങ് ആകുമ്പോൾ വെറുതെ ഇരുന്നു. ഇന്നാണെങ്കിൽ കറങ്ങാനും പോയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കം വൈബ് ഞാനിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് സമയം പോക്കി. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ലോഗിലെ സംഭവ വികാസങ്ങൾ. നിങ്ങളുടെ വിലയേറിയ കമൻസും നിങ്ങളുടെ സപ്പോർട്ടും അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ ഗായ്സ്.